സൈബർ ആക്രമണത്തിന് അതിരുകളില്ല എന്ന വസ്തുതയ്ക്കുമപ്പുറം സമുദായത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം, തീവ്ര മതനിലപാട് തുടങ്ങി നിരവധി വിഷയങ്ങളാണ് നാദാപുരത്തെ പൊട്ടുതൊട്ട കുട്ടിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ വഴി ചർച്ചയാവുന്നത്, അല്ലെങ്കിൽ ആവേണ്ടത്. വിഷയത്തിൽ പ്രതികരിക്കുവാനും തന്റെ നിലപാട് വ്യക്തമാക്കുവാനും നാദാപുരത്തെ പെൺകുട്ടി അസ്നിയ അഷ്മിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അസ്നിയ, കേവലം ഒരു സൈബർ അറ്റാക്ക് എന്നതിനുമപ്പുറം നിങ്ങൾക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണത്തിന് തലങ്ങൾ നിരവധിയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു സൈബർ ലോകത്തെ എതിർപ്പിനോടും അനുകൂല നിലപാടുകളോടും? എനിക്ക് ഇതിൽ എന്താ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൈബർ അറ്റാക്കിംഗ് മാത്രമല്ല. കാരണം വർഷങ്ങളായി അതായത് അവരുടെ സമുദായത്തിലുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നാണ് നാദാപുരം എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒരു കുട്ടി, അവരുടെ സമുദായത്തിനകത്ത് നിൽക്കുന്ന ഒരു കുട്ടി, അതിന് പുറത്തേക്കുള്ള സാധ്യതകൾ, അതായത് സമുദായത്തെയും അതിന്റെ വിശ്വാസങ്ങളൊക്കെ വിട്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതായത് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിതം ചൂസ് ചെയ്യുക, അവൾ പഠിക്കാൻ പോവുക, അവൾ ബാക്കിയുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, അതായത് മറ്റു ആൾക്കാരായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, മറ്റു മതക്കാരായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, ഇതൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സാധനമായിരുന്നു. അതായത് ഇവർ ഫസ്റ്റ് ഈ ക്ലിപ്പ് ഇട്ട സമയത്ത് തന്നെ ഇവർ ഒരിക്കലും ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിന് മുമ്പ് ഉണ്ടായിട്ട് ഞാൻ കാര്യമായിട്ട് പ്രതികരിച്ചിരുന്നില്ല. കാരണം ഒരുപാട് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അന്നൊക്കെ ഞാൻ ഇതിന്റെ ഒരു ഇരയായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ ഞാൻ എന്താ പറയാ, എന്റെ തലയിൽ തട്ടമിടാത്ത ഒരു കുട്ടി, അല്ലെങ്കിൽ ഇതുപോലെ നടക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ ഉള്ള ഒരു ലേബലായിരുന്നു അവരെനിക്ക് ചാർജ് തന്നത്. കുറച്ച് ആൾക്കാരാണ് ഇതിന്റെ പിറകിലുള്ളത്. കൃത്യമായ അജണ്ട അവർക്കുണ്ട് ഇതില്. അസ്നിയ, ഇസ്ലാം സമുദായത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം എക്കാലത്തും ചൂടേറിയ ചർച്ചകളിൽ സ്ഥാനം പിടിക്കാറുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികൾ, ലംഘനങ്ങൾ എന്നിവ വലിയൊരളവിൽ യാഥാസ്ഥിക വിഭാഗത്തിന്റെ എതിർപ്പിനും കാരണമാവാറുണ്ട്. ചോദിച്ചോട്ടെ, സ്വന്തം സമുദായത്തിൽ നിന്നും ഈ വിഷയത്തിൽ നേരിടുന്ന എതിർപ്പിനെയും അനുകൂല നിലപാടിനെയും എങ്ങനെ നോക്കിക്കാണുന്നു? അത് ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാദാപുരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാലും ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയല്ല, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് പേര് ഇതിൽ നിന്നൊക്കെ പുറത്തേക്കുള്ള സാധ്യതകൾ തേടുന്ന, അല്ലെങ്കിൽ പുറത്തേക്കുള്ള സാധ്യതകൾ, അതായത് ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ, അതായത് ഈ നാദാപുരം മേഖലയിലുള്ള ഇസ്ലാമിക കോൺസെപ്റ്റുകൾ അത് ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു തരം കോൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് അവരുടെ കാര്യങ്ങൾ, അതായത് അവരെന്തൊക്കെയാണ് അവരുടെ സദാചാര ബോധത്തിലും അവരുടെ പൊതുബോധത്തിലൊക്കെ തോന്നുന്നത്, അതെന്തൊക്കെയാണോ അത് അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവർ വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്, അതിലേക്ക് മാത്രമേ സ്ത്രീ നടക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു ലെവലിൽ സ്ത്രീ പോവുക, അവരെ പോലെ സംസാരിക്കുക, അവരെ പോലെ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഇത് ഞാൻ പറയുന്നത് ഒരു സമുദായത്തെ മൊത്തം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തം, നാദാപുരം മേഖലയിലെ മൊത്തം ആൾക്കാർ എന്ന രീതിയിലല്ല. ഇതിൽ വരുന്ന കുറച്ച് വിഭാഗം അവരത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയാണ്. കാരണം ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് അവരുടെ വീട്ടുകാരാവണമെന്നില്ല. കാരണം വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ഒന്നും ആവണമെന്നില്ല. അവരുടെ നാട്ടിലുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ പോലും അവരതിനെ ഭയങ്കര വൈകാരിക തലത്തിൽ എടുത്തുകൊണ്ട് തന്നെ അതിനെ എത്രത്തോളം കൂടുതൽ വേസ്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കാൻ പറ്റും, അതാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈവൻ എന്റെ ഫേസ്ബുക്കിൽ, അതായത് ഞാനൊരു സ്ത്രീയാണ്, ആ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ എന്നെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയാണ് എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുക, അല്ലെങ്കിൽ ഞാനൊരു വൃത്തികെട്ട ആളാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർ ഫേസ്ബുക്കിൽ എന്റെ പേരിൽ തന്നെ ഫാൻ പേജ് ഒക്കെ തുടങ്ങുക, പേജ് ഉണ്ടാക്കുക. എന്റെ തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മാധ്യമങ്ങളിലും ഞാൻ തന്നെ അപ്ലോഡ് ചെയ്ത് എന്റെ ഫ്രണ്ട്സിനെ പോലെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് അത് അവരെ എടുത്തിട്ട് അവിടെ വൃത്തികെട്ട കമന്റുകൾ കൊടുക്കുക, എന്റെ സുഹൃത്തുക്കളെ അപമാനിക്കുക, ഇങ്ങനെയുള്ള രീതികളൊക്കെ നിരന്തരമായിട്ട് തുടർന്നുകൊടുക്കുകയാണ്. ഇന്നലെ കംപ്ലൈന്റ് കൊടുത്തു നാദാപുരം പോലീസ് സ്റ്റേഷനിൽ. ഫേസ്ബുക്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം പൊട്ടുകുത്തി ചിത്രം പോസ്റ്റ് ചെയ്തു എന്ന കാരണത്താൽ സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട അസ്നിയ അഷ്മിൻ ആണ് പ്രതികരണങ്ങൾ